ഡബിൾ മീനിങ് അതിന്റെ പേരിലുള്ള കേസാണ് ഇത്. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു നമ്മള് മോശമായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ ഓണാക്കി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ബോബി ചെമ്മണ്ണൂർ അങ്ങോട്ട് തിരിയണത് അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയണത്, കടക്കണത്, ബോബി ചെമ്മണ്ണൂർ എന്താണ് കഴിച്ചത്, അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണ് ഇട്ടിക്കണത്, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ്, അല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ നമ്പർ എത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയണത്. ബോബി ചെമ്മണ്ണൂർ നിലത്താണോ കടന്നിക്കണത്, അത് പായ വിരിച്ചിട്ടാണോ അല്ലെങ്കിൽ പേപ്പർ വിരിച്ചിട്ടാണോ, എന്തൊക്കെയാണല്ലേ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതൊക്കെ 4 പുറം പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ വലിയ കുറ്റവാളികളൊക്കെ മാതിരിയൊക്കെയാണ് ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകുന്നത്. നല്ല 2 കൈമ വിലങ്ങും പിന്നെ കാലുമ ഒരു ചങ്ങലയും പിന്നെ ഈ കഴുത്തുകൂടെ ഒക്കെ ചങ്ങലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകില്ല, ആ റൗണ്ടിലുള്ള ചങ്ങല ആ ഇട്ട് കൊണ്ടുപോയിക്കോളി. കാരണം എന്താ വെച്ചാൽ വലിയ കുറ്റവാളിയാണല്ലോ ഈ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഉണ്ട്. കാരണം ആൾ ശരിയാണ്, ആൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി ഡബിൾ മീനിങ് ചെയ്തത് തെറ്റ് തന്നെയാണ്. അതായത് അത് ഏതാണ് പൊതുവേദിയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണൊക്കെ വന്നിട്ട് സംസാരിക്കുന്നതൊക്കെ ആൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിന് ശിക്ഷിക്കപ്പെടും വേണം. പക്ഷേ വലിയൊരു കുറ്റവാളിനെ കൊണ്ടുപോകുന്ന പോലെയാണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ചാനലുകളൊക്കെ കാണുന്നത് അത് അങ്ങനെയാണ്, എന്തോ വലിയൊരു കുറ്റം ചെയ്തതുപോലെ. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ചില കാര്യങ്ങൾക്ക് മാത്രമുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് പെട്ടെന്ന് വേഗം എന്താണ് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കുക. അതല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്നൊരു കേസോ അല്ലെങ്കിൽ വല്ല പരാതിയോ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് മാത്രമുള്ളൂ വേഗം എന്താണ് ആൾക്കാർ പിടിക്കലും ഈ അറസ്റ്റ് ചെയ്യലും പിന്നെ ലോക്കപ്പിലാക്കലും പിന്നെ അതേമാതിരി ഈ 14 ദിവസം റിമാൻഡ് ചെയ്യലൊക്കെ പെട്ടെന്ന് ചടപടയെന്ന് എന്താണ് ഈ ബോച്ചിൻ്റെ കാര്യത്തിലൊക്കെ നടന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതേമാതിരി തന്നെ വേറൊരു തീട്ടം, അതായത് നമ്മുടെ ഒരു PC ജോർജ് ഇപ്പോൾ എന്താണ് BJPയിൽ പോയിട്ട് ചാണകം വാരി തിന്നുന്ന ഒരു തീട്ടുണ്ടല്ലോ PC ജോർജ്. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിൽ മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് ചലച്ചിരുന്നു ഈ PC ജോർജ് എന്ന് പറയുന്ന ആള്. ഈ PC ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ ശ്രമിക്കുന്ന ആളാ PC ജോർജ്. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങൾ താൻ ആരാ നിയമസഭയിൽ രാജ്യത്തോട് പുലർത്തുന്ന രാജ്യത്ത് മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് വോട്ട് വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട ആളായി പറയുന്നത്. നിങ്ങൾ PC ജോർജ് നോക്ക്, ശ്രീ അനിൽ നമ്പ്യാർ, ഈ PC ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത്? SDP-യുടെ വോട്ടിലല്ലേ? ഇപ്പോ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ
അപ്പൊ വർഗീയ വിഷം തുപ്പിയപ്പോ അദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിച്ചു പറയുന്നത്. ഷാക്കിർ, ഇതൊക്കെ ആര് വിശ്വസിക്കും? ലൈസൻസ് ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മാന്യന്മാരെ ആളുകളോട് വേണ്ട. ഈ ഒരു ചർച്ചയിൽ വെറും തീട്ടവർത്താനാണ് ഈ ഒരു പി സി ജോർജ് എന്ന് പറയുന്ന നായ്ക്കാട്ടം പറഞ്ഞിരുന്നത്. വെറും രാജ്യദ്രോഹം, മുസ്ലിങ്ങളെ പരമാവധി എന്താണ് നാറ്റിച്ചും കൊണ്ട്, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആളെ കൊല്ലുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നായ്ക്കാട്ടം ഈ ഒരു ചാനൽ ചർച്ചയിലൊക്കെ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കേസും കാര്യങ്ങളൊക്കെ ആവുന്നൊക്കെ തോന്നിയപ്പോൾ ഈ ഒരു വ്യക്തി എന്താണ് ഇയാളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തിരിക്കണം, ഇയാളെ ഫേസ്ബുക്ക് പേജിലൊക്കെ ആയിട്ട് ഇയാൾ എന്താ ഒരു പോസ്റ്റ് ഇട്ടിരിക്കണം. അതായത് മാപ്പ് പറഞ്ഞിട്ട്, ഞാൻ അങ്ങനെ ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ അപ്പോൾ എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ അങ്ങനെ പറഞ്ഞതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അതൊരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. ഞാൻ ഈ സംസാരത്തിൻ്റെ ഇടയിൽ എനിക്ക് എന്താണ് ദേഷ്യം വന്നു എന്നല്ല പറയുന്നത്, മൂപ്പര് അത് പെട്ടെന്നൊരു പ്രകോപിതനായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കതങ്ങനെ പറയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ പി സി ജോർജ്, നീ ഒന്ന് മാപ്പ് പറയണമൊക്കെ എന്തിനാണ്? കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇത് ഒരു വട്ടമല്ല, പല തവണ പല പ്രാവശ്യം പല കാര്യങ്ങളായിട്ട് ഇതേമാതിരി ഓരോ കാര്യങ്ങളൊക്കെ നീ എന്താണ് നിൻ്റെ നാവിൽ നിന്ന് ഈ തീട്ടവർത്തനം വരുന്നതാണ്. അപ്പോൾ അതിനെതിരെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ നിൻ്റെ പേരിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു കേസൊക്കെ പുല്ലാണ് എന്നുള്ള ലെവലിലാണ് നിൻ്റെയൊക്കെ സംസാരം. എന്നിട്ടാണ് ഇപ്പോൾ ഒരു കോപ്പിലെ മാപ്പ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്നിട്ടോ മാപ്പ് എന്ന് പറഞ്ഞാൽ നീ ഇത് എന്താണ് പെട്ടെന്ന് വന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് നിൻ്റെ നാവിൽ നിന്നൊന്നും വന്നതൊന്നല്ല, ഇത് കരുതി കൂട്ടിയിട്ട് തന്നെ. കാരണം എന്താ വെച്ചാൽ ആ ഒരു ചാനൽ ചർച്ചയിൽ പല തവണയാണ് നീ എന്താണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിങ്ങൾ ആളെ കൊല്ലുന്നവരാണ്, നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയിക്കോളി, അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ കേരളം എന്താണ് ഒരു പാകിസ്ഥാനാക്കാൻ നോക്കുകയാണെന്നൊക്കെ നിങ്ങൾ പല തവണ പല പ്രാവശ്യമായിട്ടാണ് ആ ഒരു ചാനൽ ചർച്ചയിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം, മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്, കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരകളാണ് ഇവന്മാർ. ഈരാറ്റുപെട്ടിൽ ഇരുന്നു കൊണ്ടാണ് പി സി ഓർ പറയുന്നത്, നിങ്ങളെപ്പുറം വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസാക്ഷിയുണ്ട് നിങ്ങൾക്ക്. ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദി മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. തറാൻ പറഞ്ഞവന്മാർ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോക്കോ, നീ ഒക്കെ പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. കണ്ടില്ലേ ഈ ഒരു ചാനൽ ചർച്ചയിൽ എത്ര പ്രാവശ്യമാണ് ഈ ഒരു പി സി ജോർജ് ഈ ഒരു വർത്തമാനം പറയണത്? ഈ ഒരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഇയാൾ ചെയ്യുന്നത്. എത്ര തവണയാണ് ഈ ഒരു മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ഇയാൾ പറയുന്നത്? അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും എന്താണ് ഈ ഒരു പി സി ജോർജിൻ്റെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ എന്താണ് ഒരുവിധം മലയാളികളും എന്താണ് ഇവനക്കെതിരെ തിരിഞ്ഞിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവൻ പറയണത് ഇങ്ങനെ വർഗീയ വിഷം തന്നെയാണ്, തീട്ട വർത്താനാണ് പി സി. അത് മുസ്ലിംസ് എന്നല്ല, മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിലുള്ളവരാണെങ്കിലും ഒക്കെ ഒരു ഈ രാജ്യത്തിലുള്ള അതായത് മതസൗഹാർദ്ദത്തിൽ കൂടി പോകണമെന്ന് വിചാരിക്കണ മനുഷ്യന്മാർ. അതിൽ കുറേ വിഷയങ്ങളുണ്ട്. അത് ഏത് മതത്തിൽ, മുസ്ലിംസിലും ഉണ്ട്, അതേമാതിരി ക്രിസ്ത്യൻസിലും ഉണ്ട്, ഹിന്ദുസിലുണ്ട് വർഗീയവാദികൾ, ഈ വർഗീയ വിഷം ചീറ്റുന്ന ആൾക്കാർ. ഇല്ലെന്ന് നമ്മളൊന്നും പറയണമില്ല. പക്ഷേ ഈ ഒരു രാജ്യം നല്ല രീതിയിൽ നല്ല മതസൗഹാർദ്ദത്തിൽ പോകണം എന്ന് വിചാരിക്കണ മലയാളികൾ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. അപ്പോൾ ഇവൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഈ ലോകത്തിലുള്ള മലയാളികളൊക്കെ ഒരുവിധ ആൾക്കാരും ഇവനക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ എന്താണ് ഈ ഒരു കോപ്പിലെ മാപ്പ് കൊണ്ടുവരുന്നത്. ഇത് മാപ്പൊക്കെ പറഞ്ഞതിന് ശേഷം ഇവനിപ്പോൾ ഇന്നൊരു പോസ്റ്റ് ഇട്ടുകൊണ്ടു. ആ പോസ്റ്റിൽ പറയണത് അങ്ങനെയാണ്, ഞാനിപ്പോൾ ഈ മുസ്ലിങ്ങളെങ്ങനെ അധിക്ഷേപിച്ച് പറഞ്ഞിന് ഞാൻ മാപ്പ് ചോദിച്ചിക്കണു. അപ്പോൾ ഈ ഒരു മാപ്പ് ചോദിച്ചതിൻ്റെ അടിയിൽ വന്നിട്ട് എനിക്കെതിരെ കമൻറ്റ് ചെയ്യുന്ന അവരെയാണ് ഞാൻ എന്താണ് ഇങ്ങനെ തീവ്രവാദികൾ, വർഗീയവാദികൾ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അയാൾ എന്ത് ചെയ്തിരിക്കണ് ഒരു പോസ്റ്റ് ഇട്ടുക്കണു. അപ്പോൾ പി സി ജോർജ് ഇങ്ങനെ തീട്ടവർത്താനം പറഞ്ഞിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് മുസ്ലിങ്ങളെങ്ങനെ അധിക്ഷേപിച്ച് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ആളെ കൊല്ലുന്നവരാണ്,
ഭീകരന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുമെന്നൊക്കെ ഇജ്ജ് പറയണ്ടല്ലോ. അപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർ നല്ല ചോറ് തിന്നണവർ, അതായത് അരി ആഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. അല്ല നിന്നെപ്പോലെ തീട്ടം ചാണകം മാത്രം വാരി തിന്നുന്ന ആൾക്കാർ നിന്നെ സപ്പോർട്ടേ ചെയ്യുള്ളൂ. പക്ഷെ അരി ആഹാരം തിന്നുന്ന ആൾക്കാരെന്താണ്, നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിന്നെ എതിർക്കും. അപ്പോൾ അതിനൊക്കെ എതിരെ എന്താണ് നീ പറയുമ്പോൾ നിനക്കെതിരെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ തീവ്രവാദികളാണ് എന്നോ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടാണ് നീ പറയണത് എന്നൊക്കെയാണ് നീ പറയണത്. എന്ത് കോപ്പിലെ വർത്താനാണ് പി സി ജോർജ് നീ പറയണത്? പി സി ജോർജ്, എന്നോടൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നോടൊക്കെ ആരെങ്കിലും അതല്ലെങ്കിൽ മുസ്ലിംസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞിരിക്കണോ നിന്നോടൊക്കെ വല്ല നിന്നെ ഇസ്രായേലിക്കോ അതല്ലെങ്കിൽ വല്ല വത്തിക്കാനിക്കോ ഒക്കെ പോയിക്കോ, നിൻ്റെയൊക്കെ നാട് അതാണ്, നീയൊക്കെ അവിടെ പോയി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കണോ? ആരെങ്കിലും പറഞ്ഞിരിക്കണോ? നിന്നെ പോലുള്ള കുറേ തീട്ടങ്ങൾ എന്താണ് വർഗീയ വിഷം മാത്രം അല്ലെങ്കിൽ ഇവിടെ വർഗീയത കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ പറയുന്നതല്ലാതെ നിന്നോടൊക്കെ ആരെങ്കിലും പറഞ്ഞിരിക്കണോ ഇസ്രായേലിക്കോ അല്ലെങ്കിൽ വത്തിക്കാനിക്കോ ഒക്കെ പോകുന്ന പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ നീയൊക്കെ എത്ര വട്ടാണോ പറയണത്? നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി ഞങ്ങളൊക്കെ ഇവിടെ സമാധാനത്തിൽ ജീവിക്കട്ടെ എന്നൊക്കെ നീ എത്ര വട്ടാണ് ആ ചാനൽ ചർച്ചയിൽ പറയണത്? അപ്പം നിന്നോടൊന്നും ആരും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറയണില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു മതസൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദത്തു കൂടി പോകുന്ന രാജ്യമാണിത്, പ്രത്യേകിച്ച് നമ്മളെ കേരളം. അല്ലാതെ നിന്നെ പോലെ വെറും വർഗീയ വിഷയങ്ങൾ പറയുമ്പോഴത്തേന് നാലാ ഭാഗം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുകൊണ്ടും നടക്കുന്ന നാടല്ല നമ്മളെ ഈ കേരളം. ആദ്യം നീ ഒന്ന് അതൊന്ന് മനസ്സിലാക്ക്. നീ എന്തേലൊക്കെ ഇവിടെ ഇങ്ങനെ ഈ എന്തേലൊക്കെ വിഷം അങ്ങോട്ട് ചീറ്റുമ്പോഴത്തേന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നീ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണമെങ്കിൽ അത് നിനക്ക് തെറ്റി. പിന്നെ നിനക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചാനൽ ചർച്ചയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് അവസാനം ഇങ്ങനെ മാപ്പൊക്കെ വന്ന് പറയണിക്കുന്നാലേ അവർക്കൊക്കെ മുണ്ടാതിരുന്നൂടെ? അത് മറ്റേ നമ്മളെ എന്താ ഒരു പഴയ സിനിമ ഉണ്ടല്ലോ നമ്മളെ ജയറാമിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ ജയറാമിൻ്റെ ഒരു മിണ്ടാൻ വയ്ക്കാതൊക്കെ സംസാരിക്കാൻ വയ്ക്കാതൊക്കെ വായൊക്കെ മൂടിക്കെട്ടി ഇങ്ങനെ ഇരിക്കണത്. അതേപോലെ ഇരുന്നാൽ പോരാ എനക്കൊക്കെ അല്ലെങ്കിൽ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് ഈ മുസ്ലിംസിൻ്റെ നെഞ്ഞത്ത് കയറി പറയുമ്പോൾ നീ നിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലൊക്കെ പോയി പറയാന്നല്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ നെഞ്ഞത്തേക്ക് കയറാൻ നിൽക്കണ്ട.